പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് പന്തീരങ്കാവിൽ സ്വകാര്യ ബാങ്ക് ജീവനക്കാരിൽ നിന്നും പണം കവർന്ന സംഭവത്തിൽ പ്രതിയുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും. പന്തീരങ്കാവിലെ അക്ഷയ ഫൈനാൻസ് സ്ഥാപനത്തിൽ എത്തിച്ചും തെളിവെടുപ്പ് നടത്തും. വിവരങ്ങളുമായി അഭിന ചേരുന്നു. അഭിന, കോഴിക്കോട് പന്തീരങ്കാവിലാണ് സ്വകാര്യ ബാങ്ക് ജീവനക്കാരിൽ നിന്നും പണം കവർന്ന സംഭവത്തിൽ പ്രതിയുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തുന്നത്. തെളിവെടുപ്പ് നടപടികൾ ആരംഭിച്ചോ? വിവരങ്ങൾ. അല്പസമയത്തിനകം തന്നെ പ്രതി ഷിബിൻ ലാലിനെ പന്തീരങ്കാവിലെ ഹിസാബ് സ്ഥാപനത്തിലും അതോടൊപ്പം തന്നെ ഹിസാബ് സ്ഥാപനത്തിന് തൊട്ടു മുന്നേ ഈ ഒരു കവർച്ച നടത്തുന്നതിന് തൊട്ടു മുന്നേ അക്ഷയ ഫൈനാൻസ് സ്ഥാപനത്തിലെത്തി അവിടെ സ്വർണം പണയം വെച്ച ശേഷം പണം നൽകാമെന്നായിരുന്നു ഷിബിൻ ലാൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ ഒരു ബാഗ്, പണമടങ്ങിയ ബാഗ് അരവിന്ദനിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് ഷിബിൻ ലാൽ കടന്നു കളയുന്നത്. ഈ ഒരു സംഭവം നടന്ന സ്ഥലത്തെത്തിച്ചാണ് പ്രധാനമായും ഹിസാബ് സ്ഥാപനം കേന്ദ്രീകരിച്ചും അക്ഷയ ഫൈനാൻസ് സ്ഥാപനം കേന്ദ്രീകരിച്ചുമാണ് ഇന്ന് പ്രധാനമായും തെളിവെടുപ്പ് നടത്തുന്നത്. പക്ഷേ ഷിബിൻ ലാൽ ഈ കേസുമായി സംബന്ധിച്ച്, അതായത് ഈ ബാങ്ക് ജീവനക്കാരൻ അരവിന്ദൻ പറയുന്നത് ഏകദേശം 40 ലക്ഷത്തോളം രൂപ ബാഗിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഷിബിൻ ലാൽ ഇക്കാര്യം നിഷേധിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ 1 ലക്ഷം രൂപ മാത്രമാണ് തനിക്ക് ബാഗിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഷിബിൻ ലാൽ നൽകിയിരിക്കുന്ന ഒരു മൊഴി. പക്ഷേ ഈ ഒരു മൊഴിയിൽ പോലീസ് കണക്കിലെടുത്തിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും പോലീസ് പറയുന്നത് കേസിൽ മറ്റാർക്കെങ്കിലും ഒക്കെ പങ്കുണ്ട്, അതായത് ഈ ഷിബിൻ ലാലിനെ കൂടാതെ മറ്റു ചിലർക്കും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഈ കേസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. നിലവിൽ ഈ ഹിസാബ് സ്ഥാപനത്തിലെ 8 ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ അരവിന്ദന്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായി ആസൂത്രണത്തോടു കൂടിയാണ് ഈ ഒരു കൃത്യം നടത്തിയത് എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം. എങ്കിൽ പോലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വിവരം ഷിബിൻ ലാൽ നൽകിയിട്ടില്ല. പക്ഷെ ഷിബിൻ ലാലിന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നോടിയായിട്ടാണ് ഷിബിൻ ലാൽ ഹിസാബ് സ്ഥാപനത്തിൽ എത്തുകയും തനിക്ക് ലോൺ വേണമെന്ന് ആവശ്യപ്പെടുകയും അത് തന്റെ ഭാര്യയുടെ പേരിലാണ് എടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിശ്വസിപ്പിച്ച് പിന്നീട് ഈ ഹിസാബ് സ്ഥാപനത്തിലെ ജീവനക്കാർ ഷിബിൻ ലാലിന്റെ വീട്ടിലേക്ക് എത്തുകയും പിന്നീട് ഈ ലോൺ സംബന്ധിച്ച വിവരങ്ങളെല്ലാം എടുത്തതിനു ശേഷമാണ് ഇത്തരത്തിലൊരു സ്വർണം പണയം വെക്കാൻ എന്ന വ്യാജേന അക്ഷയ ഫൈനാൻസിലേക്ക് എത്തുകയും തുടർന്ന് അരവിന്ദന്റെ പക്കലിൽ നിന്നും ഈ ഒരു ബാഗ് 40 ലക്ഷത്തോളം ഉണ്ട് എന്നുള്ളതാണ് അരവിന്ദൻ പറയുന്നതെങ്കിൽ പോലും ഈ ബാഗിൽ നിന്ന് 1 ലക്ഷം രൂപ മാത്രമാണ് തനിക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഷിബിൻ ലാൽ പറയുന്നത്. പക്ഷേ ഈ ഷിബിൻ ലാലിനെ കഴിഞ്ഞ ദിവസം പിടികൂടിയ സമയത്ത് പോലീസ് ഷിബിൻ ലാലിന്റെ പക്കലിൽ നിന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സമീപം ബസ്സിൽ നിന്നാണ് ഷിബിൻ ലാലിനെ പിടികൂടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഷിബിൻ ലാലിന്റെ പക്കലിൽ നിന്നും ഏകദേശം 50,000 രൂപ മാത്രമാണ് പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഈ മറ്റ് പണമിടപാടുകൾ അല്ലെങ്കിൽ മറ്റ് പണം സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. മറ്റാർക്കെങ്കിലും നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ബന്ധുക്കളുടെ വീട്ടിൽ നൽകിയിട്ടുണ്ടോ? ബന്ധുവീട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഒളിവിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. പാലക്കാടായിരുന്നു താമസിച്ചു വന്നിരുന്നത്. പിന്നീട് തിരിച്ച് കോഴിക്കോട്ടേക്ക് വരുന്ന വഴിയാണ് ഷിബിൻ ലാലിനെ പിടികൂടുന്നത്. ഈ പണം ഒരുപക്ഷെ ബന്ധുവീട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും സുഹൃത്തുക്കൾക്ക് മറ്റാർക്കെങ്കിലും നൽകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ലഭ്യമാക്കേണ്ടതുണ്ട്. അതിനായി ഇന്ന് തെളിവെടുപ്പ് നടത്തുകയും ഈ കേസിൽ കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്യും. ശരി. കോഴിക്കോട് പന്തീരങ്കാവിൽ സ്വകാര്യ ബാങ്ക് ജീവനക്കാരിൽ നിന്നും പണം കവർന്ന സംഭവത്തിൽ പ്രതിയുമായി അല്പസമയത്തിനകം തന്നെ തെളിവെടുപ്പ് നടത്തും. പന്തീരങ്കാവിലെ അക്ഷയ ഫൈനാൻസ് സ്ഥാപനത്തിൽ എത്തിച്ചും തെളിവെടുപ്പ് നടത്തും തുടങ്ങിയ വിവരങ്ങളാണ് അഭിന നൽകിയത്.